Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. Last class we number theory ennu parayunna module nathu congruence modulo enne pattiyanu discuss cheythu. അല്ലേ? അപ്പോൾ എന്താണ് കോൺഗ്രൻസ് മോഡുലോ എന്നുള്ളതും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും ബേസിക് ആയിട്ട് വാട്ട് ഈസ് കോൺഗ്രൻസ് മോഡുലോ ആൻഡ് എക്സാമ്പിൾസ് ഓഫ് കോൺഗ്രൻസ് മോഡുലോ എന്നെപ്പറ്റി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലേ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോൺഗ്രൻസ് മോഡുലോ എൻ എന്ന് പറയുന്ന റിലേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. എന്തായിരുന്നു കോൺഗ്രൻസ് മോഡുലോ എൻ? എ കോൺഗ്രന്റ് ടു ബി മോഡ് എൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താ? എ എന്ന് പറയുന്ന നമ്പറിനെ എൻ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ആണ് എന്ത്? ബി എന്നാണ് അല്ലേ. സോ കോൺഗ്രുവൻസ് മോഡുലോ എൻ എന്ന് പറയുന്നത് ഒരു റിലേഷനാണ് അല്ലേ. അപ്പോൾ ഒരു നമ്പറിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിലേക്ക് റിസൾട്ട് ചെയ്യുന്ന റിമൈൻഡറിനെ സൂചിപ്പിക്കുന്ന റിലേഷനാണ് എന്ത്? കോൺഗ്രുവൻസ് മോഡുലോ എന്നത് പറയുന്നത്. സോ ആ റിലേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ഒരു 10 പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് കോൺഗ്രൻസ് മോഡുലോ എൻ. The first property is A congruent to A mod n. A എന്ന് പറയുന്ന വാല്യൂ, എ എന്ന് പറയുന്ന ഏതൊരു നമ്പർ ആയിക്കോട്ടെ, ആ നമ്പറിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് എന്തായിട്ട് തന്നെ എഴുതാം? എ ആയിട്ട് തന്നെ എഴുതാം. ദാറ്റ് ഈസ് A congruent to A mod n, that is A related to A തന്നെ ആയിരിക്കും. Second property is A congruent to B mod n implies B congruent to A mod n. അതായത് എ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ബി ആണെങ്കിൽ തിരിച്ച് ബി എ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് നമുക്ക് എഴുതാം? എ ആണെന്നും എഴുതാം. ദാറ്റ് ഈസ് എ കോൺഗ്രന്റ് ടു ബി മോഡ് എൻ ഇംപ്ലൈസ് ബി കോൺഗ്രന്റ് ടു എ മോഡ് എൻ, which means A related to B implies B related to A ആയിരിക്കും. And the third property is A congruent to B mod n and B congruent to C mod n implies A congruent to C mod n. A എന്ന് പറയുന്നത് ബിയുമായിട്ട് റിലേറ്റഡ് ആണ്, ബി എന്ന് പറയുന്നത് സിയുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ we can say that A is related to C. സോ ഈ 3 പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഫസ്റ്റ് പ്രോപ്പർട്ടി is A related to A. Second property is A related to B implies B related to A. And the third property is A related to B and B related to C implies A related to C. ഇത് നിങ്ങൾക്ക് പരിചയമായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഏതൊക്കെയാ? The first one represents the reflexive property. Second one represents the symmetric property, whereas the third one represents the transitive property. ഏത് റിലേഷനകത്തും എയോട് തന്നെ റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് പറയാം the property means it is the reflexive property. എ ബിയോട് റിലേറ്റഡ് ആണ് implies ബി എയോട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഏതാണ്? സിമെട്രിക് പ്രോപ്പർട്ടി ആണ്. ആൻഡ് എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു സി implies എ റിലേറ്റഡ് ടു സി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടിയാണ്. സോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ 1, 2, 3 എന്ന് പറഞ്ഞേക്കുന്ന ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് ഓഫ് കോൺഗ്രൻസ് മോഡുലോ എൻ represents reflexivity, symmetricity as well as transitivity. So we can say that congress modulo n is a reflexive relation, symmetric relation as well as a transitive relation. So ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ we can call that relation as an equivalence relation. So by concluding these 3 properties we can say that congruence modulo n is an equivalence relation. Congruence modulo n എന്ന് പറയുന്ന റിലേഷൻ എന്താണ്? ഒരു equivalence relation ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. And the fourth property, if A congruent to B mod n and C element of Z, എ എന്ന് പറയുന്നത് കോൺഗ്രന്റ് ബി മോഡ് എൻ ആണ്, സി എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആണെന്നിരിക്കട്ടെ, then we can say that A plus C congruent to B plus C mod n. ആ എയോട് കൂടെ ഒരു സി ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം അതിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡറിനകത്തും എന്തിൻ്റെ വ്യത്യാസം വരും? ആ സിയുടെ അഡീഷൻ വ്യത്യാസം വരും. ദാറ്റ് ഈസ് എ പ്ലസ് സി കോൺഗ്രന്റ് ടു ബി പ്ലസ് സി മോഡ് എൻ. Similarly, A into C will be congruent to B into C mod n. The next one is A congruent to B mod n and C congruent to D mod n implies A plus C congruent to B plus D mod n. അതായത് കോൺഗ്രൻസ് എന്ന് പറയുന്ന റിലേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന റിലേഷനാണ്. ദാറ്റ് ഈസ് A congruent to B mod n ആണ് ഇരിക്കട്ടെ,
സി കോൺഗ്രുവൻറ്റ് ടു ഡി മോഡൽ ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ എ പ്ലസ് സി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ അഡീഷൻ അതുപോലെ തന്നെ എവിടെ നമുക്ക് പോസിബിൾ ആക്കാം, റൈറ്റ് ഹാൻഡ് സൈഡിലും പോസിബിൾ ആക്കാം. ദാറ്റ് ഈസ് എ പ്ലസ് സി കോൺഗ്രുവൻറ്റ് ടു ബി പ്ലസ് ഡി മോഡ് എൻ. സിമിലർലി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡൽ and C congruent to D mod n, then A into C congruent to B into D mod n. Again, seventh property is A congruent to B mod n and D divides M. A straight line D straight line M means E line divides D divides M. M നെ divide ചെയ്യുന്ന നമ്പർ ആണെന്നിരിക്കട്ടെ D, അല്ലെങ്കിൽ എം അല്ല സോറി എൻ. എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പർ ആണെന്നിരിക്കട്ടെ ഡി, വേർ ഡി ഗ്രേറ്റർ ദാൻ 0. ഡി എന്ന് പറയുന്നത് എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് ഡി ആയിരിക്കും. അതായത് എ എന്ന് പറയുന്ന നമ്പറിനെ എന്നെ കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ബി ആണ്. കൂടാതെ ഈ എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് നമ്പറാണ് ഡി എങ്കിൽ എ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ത് തന്നെ ആയിരിക്കും, ഡി തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് n ആൻഡ് ഡി divides n where d greater than 0 implies a congruent to b mod d. And the eighth property is if p is a prime number, the possible remainders on the division with p are 0, 1, 2, 3 etc. p minus 1. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സാമ്പിളിനകത്ത് പറഞ്ഞതാണ്. പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതൊരു നാച്ചുറൽ നമ്പറിൻ്റെ കേസിലും, പ്രൈം നമ്പറിനാണെന്നില്ല, ഏതൊരു നാച്ചുറൽ നമ്പറിൻ്റെ കേസിലും ആ നാച്ചുറൽ നമ്പറിനെ കൊണ്ട് മറ്റൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എപ്പോഴും എവിടെ മുതലായിരിക്കും, 0 മുതൽ p മൈനസ് 1 വരെ ആയിരിക്കും. ഇത് പ്രൈം നമ്പറിൻ്റെ കേസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത തിയറത്തിൽ എന്തൊക്കെ ആവശ്യം വരുന്നതുകൊണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ കേസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. കോമ്പോസിറ്റ് നമ്പേഴ്സിനും എന്താണ് ഈ റിസൾട്ട് ആപ്ലിക്കബിൾ ആണ്. If p is a prime number, the possible remainders on division with p, p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, p കൊണ്ട് ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിബിൾ റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്, 0, 1, 2, 3 etc. up to p minus 1 വരെ ആയിരിക്കും. ഓൾസോ a into 2a into 3a into 4a into etc. p minus 1 into a will be congruent to 1 into 2 into 3 into etc. p minus 1 mod p. അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിബിൾ റിമൈൻഡേഴ്സ് 0 മുതൽ p മൈനസ് 1 വരെ ആയിരിക്കുമെന്ന് അല്ലേ. അങ്ങനെയെങ്കിൽ 0യെ മാത്രം ഒഴിവാക്കി ബാക്കി 1നെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2a കൊണ്ട് a എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പർ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ p മൈനസ് 1 വരെ ഉള്ളതിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അവയുടെ പ്രോഡക്റ്റ് എടുത്താൽ ദാറ്റ് ഈസ് a ഇൻറ്റു 2a ഇൻറ്റു 3a ഇൻറ്റു എക്സെട്ര a ഇൻറ്റു p മൈനസ് 1. it will be congruent to 1 into 2 into 3 into etc. p minus 1 mod p ആയിരിക്കും. ദാറ്റ് ഈസ് ഈ പ്രോഡക്റ്റിനെ p കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എന്തായിരിക്കും, 1 മുതൽ p മൈനസ് 1 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. And that's about the 8th result. Next, 9th result. For a prime number p, the GCD of 1 and p, the greatest common divisor between 1 and p will be equal to 1. GCD of 2 and p will be equal to 1. Similarly, GCD of 3 and p will be equal to 1. And last, GCD of p minus 1 and p will be equal to 1. അതായത് p ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ ആ പ്രൈം നമ്പറിന് താഴേക്കുള്ള എല്ലാ നമ്പേഴ്സിനുമായിട്ടുള്ള GCD എന്ത് തന്നെ ആയിരിക്കും, വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. അഥവാ നമുക്ക് പറയാം GCD 1 ആണെങ്കിൽ ദോസ് ടു നമ്പേഴ്സ് ആർ റിലേറ്റീവ്ലി പ്രൈം അല്ലേ. അതായത് നമുക്ക് പറയാം p ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ ആ p എന്ന് പറയുന്ന പ്രൈം നമ്പർ ആ p-യേക്കാൾ വാല്യൂ കുറഞ്ഞ ചെറുതായിട്ടുള്ള എല്ലാ നമ്പേഴ്സുമായിട്ടും എന്തായിരിക്കും, റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ദാറ്റ് ഈസ് ഓൾ നമ്പേഴ്സ് ലെസ് ദാൻ p will be relatively prime to p. The 10th result is if GCD എന്ന് എഴുതിയിരുന്നേ ഉള്ളൂ, ഇങ്ങനെ ജസ്റ്റ് ബ്രാക്കറ്റ് ചെയ്യുന്നതിന് അർത്ഥം GCD എന്നാണ് അർത്ഥം. If GCD of a and p is equal to 1, എയും പിയും റിലേറ്റീവ്ലി പ്രൈം ആണെന്നിരിക്കട്ടെ, a ഒരു നാച്ചുറൽ നമ്പറും p ഒരു വേറെ ഏതൊരു പ്രൈം നമ്പർ. സോ എയും പിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അഥവാ GCD of a and p ഈക്വൽ ടു 1 ആണെങ്കിൽ then a into a inverse
റേസ് ടു -1 അർത്ഥം ഇൻവേഴ്സ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. എയും അതിൻ്റെ ഇൻവേഴ്സും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ നമ്പറിനെ മറ്റേതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ട് എന്ത് കിട്ടണം? 1 കിട്ടണം. അപ്പോൾ ആ രണ്ടാമത്തെ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ എന്ന് വിളിക്കുന്നത് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് വിളിക്കുന്നത്. 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന നമ്പറിനെ മറ്റേതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. ആ നമ്പറാണ് എന്ത്? 2ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഹിയർ വി നോ ദാറ്റ് 2 into 1/2 is equal to 1. So we can say that the inverse of 2 is 1/2. അപ്പോൾ അങ്ങനെ എ എന്ന് പറയുന്ന ഏതോ ഒരു നമ്പർ ആണെങ്കിൽ ആ എയും പിയും തമ്മിലുള്ള GCD 1 ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് will be congruent to 1 mod p. ആ എയും അതിന് ഇൻവേഴ്സിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? 1 ആയിരിക്കും. എപ്പോൾ എയും പിയും തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആകുമ്പോൾ ഇഫ് GCD ഓഫ് എ ആൻഡ് പി വിൽ ബി ഈക്വൽ ടു 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ഈ സിമ്പിളിനെ വിളിക്കുന്ന പേര് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇവിടെ നിന്ന് അങ്ങോട്ടും പോസിബിൾ ആണ്, അവിടെ നിന്ന് ഇങ്ങോട്ടും റിസൾട്ട് പോസിബിൾ ആണ്. Therefore, if the GCD of A and P equal to 1, if and only if A into A inverse is congruent to 1 mod P. ഈ റിസൾട്ടുകൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് അടുത്ത 2 തിയറംസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 തിയറംസ് വരുന്നത്. ആ തിയറംസിനകത്ത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ഈ റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനില്ല, തിയറംസ് പ്രൂവ് ചെയ്യാനായിട്ട് ഈ റിസൾട്ടുകളുടെ ആവശ്യം നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് റിസൾട്ട്, 11th റിസൾട്ട് ഈസ് if A inverse is equal to A, എയുടെ ഇൻവേഴ്സ് എ തന്നെയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1 എന്ന് പറയുന്ന നമ്പർ, ഈ നമ്പറിനെ 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുന്നത്? 1 കിട്ടുന്നത് അല്ലേ? അത് നമുക്ക് പറയാം. ഈ 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഇൻവേഴ്സ് എന്ത് തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും അല്ലേ? സോ അങ്ങനെ എ എന്ന് പറയുന്ന നമ്പറിൻ്റെ ഇൻവേഴ്സ് എ തന്നെയാണ് എപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് കോൺസ്റ്റന്റ് ടു +1 മോഡ് പി. എയെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ +1 -1 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എയുടെ ഇൻവേഴ്സ് എന്ത് തന്നെ ആയിരിക്കും? എ തന്നെ ആയിരിക്കും. ആ റിസൾട്ട് നോർത്ത് ചെയ്യുക. ഇഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ കോൺഗ്രന്റ് ടു +1 മോഡ് പി. That is, for A is equal to 1, A എന്ന് പറയുന്നത് 1 ആണെങ്കിൽ 1 ഇൻവേഴ്സ് എന്ത് തന്നെയാണ്? 1 തന്നെ ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് 1 is congruent to 1 mod P. സിമിലർലി P എന്ന് പറയുന്നൊരു പ്രൈം നമ്പർ ആണെങ്കിൽ A എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് P-1 ആണ്. പ്രൈം നമ്പറിനേക്കാൾ ഒന്ന് കുറഞ്ഞ വാല്യൂ ആണെന്ന് ഇരിക്കട്ടെ. സോ for A is equal to P-1 where P is a prime, P-1 ഇൻവേഴ്സ് എന്ത് തന്നെ ആയിരിക്കും? P-1 തന്നെ ആയിരിക്കും. Which implies P-1 congruent to -1 mod P. അപ്പോൾ സാധാരണ P എന്ന് പറയുന്നൊരു പ്രൈം നമ്പർ ആണെങ്കിൽ ആ പ്രൈം നമ്പറിൻ്റെ കേസിൽ 1നും P-1നും അതാത് നമ്പേഴ്സ് എന്നായിരിക്കുന്നത് അവയുടെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. സോ എ 1 ആകുമ്പോഴും എ P-1 ആകുമ്പോഴും എയുടെ ഇൻവേഴ്സ് എന്ത് തന്നെ ആയിരിക്കും? എ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് പറയാം here 1 is congruent to 1 mod P whereas P-1 is congruent to -1 mod P. സോ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? എ എന്ന് പറയുന്നത് 1 ആകുമ്പോൾ 1ന് ഇൻവേഴ്സ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. എ എന്ന് പറയുന്നത് P-1 ആകുമ്പോഴും P-1 ഇൻവേഴ്സ് എന്ത് തന്നെയാണ്? P-1 തന്നെ ആണ്. അതായത് ഈ 2 നമ്പേഴ്സ് 1ഉം P-1ൻ്റെയും കേസിൽ അവയുടെ ഇൻവേഴ്സ് അവ തന്നെയാണ് അല്ലേ? 1ൻ്റെ ഇൻവേഴ്സ് 1 തന്നെയാണ്, P-1ൻ്റെ ഇൻവേഴ്സും P-1 തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് 1 ആൻഡ് P-1 ആർ സെൽഫ് ഇൻവേർട്ടിബിൾ. അവരോട് തന്നെ എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് സെൽഫ്, അവരോട് തന്നെ സെൽഫ് ഇൻവേർട്ടിബിൾ. സോ എ എന്ന് പറയുന്ന നമ്പേഴ്സ് 1ഉം P-1 ആകുമ്പോൾ അവയുടെ ഇൻവേഴ്സ് അതാത് നമ്പർ തന്നെ വരുന്നതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഹിയർ 1 ആൻഡ് P-1 ആർ സെൽഫ് ഇൻവേർട്ടിബിൾ വെർ P ഈസ് എ പ്രൈം നമ്പർ. സോ ഇന്ന് നമ്മൾ പഠിച്ചത്
കോൺഗ്രൻസ് മോഡുലോ എൻ എന്ന് പറയുന്ന റിലേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആയിരുന്നു. ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ 3 തവണ എഴുതി പ്രസൻറ്റേഷൻ എനിക്ക് ഹോം അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.